ദുൽഖർ സൽമാന്റെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ കാന്ത ഒരു ബയോപിക് മൂവിയാണ്. തമിഴ് സിനിമയുടെ മാത്രമല്ല സൗത്ത് ഇന്ത്യൻ സിനിമയുടെ തന്നെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ MK ത്യാഗരാജ ഭാഗവതരുടെ കഥ. ആരായിരുന്നു ത്യാഗരാജ ഭാഗവതർ? 100 സ്റ്റോറീസ് ഡേ 64. തന്റെ പ്രതാപകാലത്ത് പനിനീരിൽ കുളിച്ച് സ്വർണ്ണത്തളികയിൽ ഭക്ഷണം കഴിച്ച് സകല ആഡംബരങ്ങളുടെയും നെറുകയിൽ ജീവിച്ചിരുന്ന ത്യാഗരാജ ഭാഗവതർ എന്നാൽ ഒരു കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് അവസാന കാലത്ത് ആരാലും പരിഗണിക്കപ്പെടാതെ മരണപ്പെട്ട ഒരു താരമാണ്. 1910 തഞ്ചാവൂരിൽ ജനിച്ച അദ്ദേഹം ചെറിയ പ്രായം മുതലേ നല്ലൊരു ഗായകനായിരുന്നു. കച്ചേരികൾക്കൊപ്പം നാടകാഭിനയവുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് 1934 പവലക്കൊടി എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം വെള്ളിത്തിരയിലേക്ക് എത്തുന്നത്. സിനിമ എന്ന മാധ്യമം ജനങ്ങൾക്കിടയിൽ പോപ്പുലറായി വരുന്ന കാലമായിരുന്നു. ത്യാഗരാജ ഭാഗവതരുടെ നാലാമത്തെ ചിത്രം ചിന്താമണിയും അതിനെ തുടർന്ന് വന്ന അംബികാവതിയും സൂപ്പർ ഹിറ്റുകളായി മാറി. മികച്ചൊരു ഗായകനായിരുന്ന അദ്ദേഹം പാടി അഭിനയിച്ച സിനിമകളെ പാട്ടുകൾ ഓരോന്നും തമിഴ് ജനത ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അദ്ദേഹം വരുന്നിടങ്ങളിലൊക്കെ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടാൻ തുടങ്ങി. എന്തിനേറെ അദ്ദേഹം സഞ്ചരിക്കുന്ന ട്രെയിൻ പോലും തടഞ്ഞു നിർത്തി ജനങ്ങൾ അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ 3 വർഷത്തോളം തിയേറ്ററിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഹരിദാസ് എന്ന ചിത്രം 1944 റിലീസ് ആവുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. ഇന്ന് ഈ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് പഴയ കഥകൾ പറഞ്ഞ് പലരെയും അധിക്ഷേപിക്കുന്ന ചില ചേട്ടന്മാരെ പോലെ അക്കാലത്ത് പ്രബലമായിരുന്നു ഗോസിപ്പ് എഴുത്തുകാർ. അത്തരത്തിലുള്ള ഒരു ഗോസിപ്പ് എഴുത്തുകാരനായിരുന്നു ലക്ഷ്മികാന്തൻ. അയാൾ ഭാഗവതരെ കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് കഥകൾ എഴുതി വിട്ടു. ഇതിൽ പ്രകോപിതനായ ഭാഗവതർ പരസ്യമായി വെല്ലുവിളിക്കുന്ന സിറ്റുവേഷൻ വരെ എത്തി. 1944 നവംബർ 8-ാം തീയതി ഒരു റിക്ഷയിൽ വരികയായിരുന്ന ലക്ഷ്മികാന്തനെ ഒരു സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തി. ഈ കേസ് ചെന്നുന്നത് ഇതിന്റെ ബുദ്ധി കേന്ദ്രം ത്യാഗരാജ ഭാഗവതരാണ് എന്ന വിധിയിലായിരുന്നു. ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട് 3 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ് ഒടുവിൽ നിരപരാധിയാണെന്ന് വിധി കിട്ടി പുറത്തേക്ക് വന്ന ത്യാഗരാജ ഭാഗവതർക്ക് ഒരിക്കലും തന്റെ പ്രതാപകാലത്തേക്ക് തിരികെ എത്താനായില്ല. സൂപ്പർ സ്റ്റാർ കിരീടം അപ്പോഴേക്കും മറ്റൊരാൾ നേടിയെടുത്ത് കഴിഞ്ഞിരുന്നു, സാക്ഷാൽ MGR. ഒടുവിൽ 1959 തന്റെ 49ാമത്തെ വയസ്സിൽ മരണപ്പെടുന്നതുവരെ അദ്ദേഹത്തിന്റെ സിനിമകൾക്കൊന്നും സ്വീകരിക്കപ്പെട്ടില്ല. എന്തായാലും ത്യാഗരാജ ഭാഗവതർക്കുള്ള ഒരു ട്രിബ്യൂട്ടായി യൂഷ്വലി ബയോപിക്കുകളൊക്കെ ഗംഭീരമാക്കി മാറ്റുന്ന DQ ത്യാഗരാജ ഭാഗവതരെ നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു ഗംഭീര സിനിമ അനുഭവം തന്നെ പ്രതീക്ഷിക്കാം.